രാജ്കുമാർ, ഈ സംഭവം എപ്പോഴാണ് ഉണ്ടായത്? മാത്രമല്ല പോലീസ് ഈ കാര്യത്തിൽ, അതായത് ഈ ഫെബിന്റെ സഹോദരിയുമായി പ്രതിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോൾ വരുത്തിയിട്ടുണ്ടോ? അതെ, ഈ തേജസ് രാജ് ഇന്ന് വൈകിട്ട് കൃത്യം 7 മണിക്ക്, അതായത് ഒരു 6:55-നും 7-നും ഇടയിലുള്ള ആ സമയത്ത് ഈ ആദ്യം കൊല്ലപ്പെട്ട ഈ ഫെബിന്റെ വീട്ടിലേക്ക് വരുന്നു. കോളിംഗ് ബെല്ല് അടിക്കുന്നു. കോളിംഗ് ബെല്ല് അടിച്ച ഉടൻ ഫെബിന്റെ അമ്മ കതക് തുറക്കുന്നു. ഈ സമയം ഫെബിന്റെ പിതാവും ഫെബിനും അവിടെ മുൻവശത്ത് തന്നെ ഉണ്ടായിരുന്നു. ഉടനെ ഇയാൾ അകത്തേക്ക് ചാടി വീഴുകയും കയ്യിലുണ്ടായിരുന്ന ഈ പെട്രോളാണോ മണ്ണെണ്ണയാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. അത് ഇവരെ ദേഹത്തേക്ക് ഒഴിച്ചു. ഈ സമയം പന്തികേട് തോന്നിയ ഈ ഫെബിൻ ഇയാളെ കടന്നു പിടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ആഴത്തിൽ 3 തവണ ഫെബിനെ കുത്തിയത്. ഈ കുത്തേറ്റ് വെപ്രാളത്തിൽ ഫെബിൻ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി ഓടി റോഡിലേക്ക് കമിഴ്ന്ന് ഈ ബോധരഹിതനായി വീഴുകയായിരുന്നു. ആ സമയത്ത് രക്തം വാർന്നു പൊക്കൊണ്ടിരുന്നു. ഇതിനിടെ തടസ്സം പിടിക്കാൻ ശ്രമിച്ച ഫെബിന്റെ പിതാവ് ജോർജ് ഗോമസിനും മാരകമായി കുത്തേറ്റു. ഇത് കഴിഞ്ഞിട്ട് ഈ പ്രതി ഇവിടെ നിന്ന് കാറിൽ രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് അറിയുന്നത് ഈ കൊല്ലം കടപ്പാക്കട ചെമ്മാമുക്ക് പാലത്തിന്റെ അടിവശം അവിടെ ഇയാൾ കാറ് മാറ്റിയിട്ടിട്ട് ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച നിലയിൽ ഇയാളുടെ മൃതശരീരം കണ്ടെത്തി. ആ കാറും അവിടെ നിന്ന് തന്നെ കണ്ടെത്തി. കാറ് മുഴുവനും രക്തക്കറയായിരുന്നു, കാറ് മുഴുവനും. ഇതാണ് ഈ നടന്ന സംഭവം. ഇനിയിപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇവര് തങ്ങളിൽ, അതായത് ഈ മരിച്ച ഈ തേജസും ഈ ഫെബിന്റെ സഹോദരിയുമായി ആദ്യം പ്രണയത്തിലായിരുന്നതായി പറയുന്നു. അങ്ങനെ 2 വീട്ടുകാരും തന്നെ ആദ്യം ഇഷ്ടമല്ലായിരുന്നെങ്കിലും പിന്നീട് രണ്ടുപേരുടെയും താല്പര്യമനുസരിച്ച് വിവാഹം കഴിപ്പിക്കാനായി 2 കുടുംബവും തീരുമാനിച്ചു. ആ സമയത്ത് ഇവർ ബാങ്ക് കോച്ചിങ്ങിനും മറ്റും പൊക്കൊണ്ടിരുന്ന സമയമായിരുന്നു. പിന്നീട് ഈ ഫെബിന്റെ സഹോദരിക്ക് ജോലി കിട്ടി. ആ ബാങ്കിൽ ജോലി കിട്ടി പോയതിനു ശേഷം പിന്നീട് ഇവർ തമ്മിലുള്ള റിലേഷനിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. തുടർന്ന് ഈ വിവാഹത്തിൽ നിന്ന് പെൺകുട്ടിയും പെൺകുട്ടിയുടെ കുടുംബവും പിന്മാറി. പിന്നീട് ഇയാളിൽ നിന്ന് ഈ ജീവനൊടുക്കിയ തേജസ് രാജിൽ നിന്ന് നിരന്തരം ശല്യമുണ്ടാവുകയും പിന്നീട് അതൊരു കുടുംബ പ്രശ്നങ്ങളായി വഴക്കുകളായി മാറുകയും ചെയ്തു. പിന്നീട് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ, തേജസിന്റെ പിതാവ് പോലീസ് ഉദ്യോഗസ്ഥൻ, രണ്ടുപേരും തമ്മിൽ സംസാരിച്ച് ഇനി ഒരു പ്രശ്നത്തിന് തന്റെ മകൻ വരില്ല എന്ന് ഉറപ്പ് കൊടുത്ത് ഇതേതാണ്ട് സെറ്റിൽ ചെയ്തു എന്ന് കരുതിയതാണ്. അപ്പോഴാണ് ഇന്ന് ഈ പറയുന്ന കൊല്ലത്തെ മുഴുവനും കേരളത്തെ മനസാക്ഷിയെയും ക്രൂരമായി വേദനിപ്പിച്ച ഈ സംഭവത്തിന്റെ എല്ലാം നടന്നത് കൊല്ലത്ത്. രാജ്കുമാർ, ഇപ്പോൾ നമുക്കറിയാം കൃത്യമായൊരു പ്ലാനിംഗ് ഉണ്ട് ഇതിൽ, അതായത് കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പ്രതി വന്നിട്ടുള്ളത്. അപ്പോൾ മുൻപും ഈ കൊലപാതക ശ്രമം നടന്നിട്ടുണ്ടോ ഈ പ്രതിയുടെ ഭാഗത്ത് നിന്നും? ഇതില് തേജസ് രാജ് ഇവിടെ വന്നത് കയ്യിൽ കരുതിയിരുന്ന ഈ പെട്രോളോ ഡീസലോ ഇത് വേഗത്തേക്ക്, അതായത് പെൺകുട്ടിയെ കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തിലാണെന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. ഇത് ആ വൈരാഗ്യം ഉള്ളിൽ വെച്ച കാര്യം, ഒരു പക ഉണ്ടാവണമെങ്കിൽ ഈ കുടുംബത്തോടെ അല്ലല്ലോ, പെൺകുട്ടിയോടല്ലേ അത് ചെയ്യേണ്ട. അതുകൊണ്ട് തന്നെ പെൺകുട്ടിയെ അന്വേഷിച്ചു വന്നു. പക്ഷെ സ്വാഭാവികമായിട്ട് ആ സമയത്ത് പെൺകുട്ടിയെ കണ്ടില്ല. പിന്നീട് അവിടെ പൊടുന്നനെ അയാൾക്കുണ്ടായ മാനസികാവസ്ഥയിൽ ഇതെല്ലാം കൃത്യങ്ങൾ നിർവഹിച്ചു എന്നാണ്. ഇതിനു മുമ്പ് കൊല്ലാൻ ശ്രമിച്ചതായിട്ടുള്ള സൂചനകളോ കാര്യങ്ങളോ ഒന്നും തന്നെ പോലീസിന്റെ ഒരു പരാതിയെ എവിടെയും നിന്നും ലഭിച്ചിരുന്നില്ല. അത് ഈ കുടുംബങ്ങളൊന്നും പറയുന്നുമില്ല. ഇനിയിപ്പോ നാളെയോ മറ്റന്നാളോ ഈ കുടുംബങ്ങൾ പ്രതികരിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ നമുക്ക് അവരുമായിട്ട് സംസാരിക്കാൻ കഴിയില്ല. ഇത് അല്പം മുമ്പ് നമ്മൾ ഡെയ്സി, അതായത് ഈ ഫെബിന്റെ അമ്മ, ഡെയ്സിയുടെ ഒരു ദൃക്സാക്ഷി വിവരണം അവർ ആശുപത്രിയിൽ വെച്ച് മറ്റൊരാളുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചത്. നമ്മളോട് പറഞ്ഞതല്ല. അവിടെ നിന്നവരോട് അവർ കാര്യങ്ങൾ വിവരിക്കുമ്പോഴാണ് ഇതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചത്. വർഷ, ഒപ്പം തന്നെ ഈ ഫെബിന്റെ അച്ഛനും കുത്തേറ്റിട്ടുണ്ടോ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയാണ് ഇപ്പോൾ? എവിടെയാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്? ഏത് ആശുപത്രിയിലാണ്? കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലാണ്. തീവ്ര പരിചരണ വിഭാഗത്തിൽ അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിന്റെ നില ഗുരുതരമായി തന്നെ തുടരുന്നു. കഴുത്തിനും തോളിനും അതുപോലെ ഈ നെഞ്ചിന്റെ താഴ്വശത്തുമാണ് അദ്ദേഹത്തിന് ആഴത്തിൽ മുറിവ് സംഭവിച്ചിട്ടുള്ളത്. അത് ഈ കത്തി എന്ന് പറയുമ്പോൾ ഇച്ചിരി വലിയ ഒരു പിച്ചാത്തിയാണ്. അത് ഈ പ്രതി കൊണ്ടുവന്നതാണോ എന്ന കാര്യത്തിൽ പോലീസിന് സംശയമുണ്ട്. കാര്യം ഇവരുടെ വീടിന്റെ മുന്നിൽ അവരെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന കത്തി പുറത്തു വെച്ചിരുന്നത് കത്തിയെടുത്ത് ഇത് കൃത്യം നിർവഹിച്ചോ എന്നൊരു സംശയം പോലീസിനുണ്ട്. ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല. ഇനി മഹസറും മറ്റും തയ്യാറാക്കുമ്പോൾ മാത്രമേ അക്കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ. വർഷ, അപ്പോഴും രാജ്കുമാർ, ഈ തേജസ് അതായത് ഈ ഫെബിനെ കത്തിയെടുത്ത് കുത്തുന്നു, അപ്പോൾ തന്നെ മരണപ്പെട്ടിരുന്നോ ഈ ഫെബിൻ? അത് ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഈ സംഭവം നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ കുത്തേറ്റ് ഫെബിൻ പ്രാണരക്ഷാർത്ഥം അവിടുന്ന് ഓടി വെപ്രാളത്തിൽ പുറത്തേക്ക് വരികയാണ്. 19 വയസ്സുള്ള ഒരു യുവാവ്.
ഈ BBA BCA 2ാം വർഷ വിദ്യാർത്ഥി കൂടിയാണ് കൊല്ലം ഫാത്തിമ കോളേജിലെ. ആരുടെയും ഈ ഹൃദയം തകർന്നു പോകുന്ന ഒരു ഭയാനകമായ അല്ലെങ്കിൽ സങ്കടകരമായ രംഗമാണ് നമുക്ക് ആ CCTV കാണാൻ കഴിയുന്നത്. ആ കുത്തേറ്റ് വയറിൽ രക്തം പാർന്നു പോയ സ്ഥലത്ത് കൈ പൊത്തിപ്പിടിച്ചുകൊണ്ട് അപച്ച നിലയിലേക്ക് ബോധരഹിതനായി ആ റോഡിലേക്ക് കമിഴ്ന്നടിച്ച് വീഴുന്നതാണ് നമ്മൾ ആ CCTV കാണുന്നത്. പിന്നീട് ബോധം നഷ്ടപ്പെടുകയാണ്. ഇതിനിടെ ആളുകളെല്ലാം ഓടിക്കൂടുന്നുണ്ട്. അയാൾ ഈ പ്രതി തേജസ് രാജ് അവിടുന്ന് കാറിൽ രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് ആളുകളെല്ലാം ഓടിക്കൂടി ഒരു ഓട്ടോറിക്ഷയിലാണ് ഈ പരിക്കേറ്റ രണ്ടുപേരെയും, അച്ഛനെയും മകനെയും, ബെൻസിഗർ ആശുപത്രിയിൽ എത്തിക്കുന്നത്. പക്ഷെ ബെൻസിഗർ ആശുപത്രിയിൽ ഈ ഫെബിനെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാജ്കുമാർ, അതുപോലെ തന്നെയാണ് ഈ ഫെബിന്റെ സഹോദരി ഈ തേജസുമായുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറാനുള്ള കാരണം എന്താണ്? അങ്ങനെയാണല്ലോ ഒരു പകയുണ്ടാകുന്നത്. അക്കാര്യത്തില് നമുക്ക് ഇനിയും ചില വ്യക്തതകൾ വരാനുണ്ട്. ഇവർ തങ്ങൾ പ്രണയത്തിലായിരുന്നു എന്നുള്ള വിവരങ്ങൾ ഇവരുടെ അടുത്ത ബന്ധുക്കളും മറ്റും പറയുന്നുണ്ട്. ആദ്യം ഈ പ്രണയത്തോട്, ഇവരുടെ ബന്ധത്തോട് രണ്ടു കുടുംബങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നീടാണ് ഇവർ രണ്ടു കുടുംബവും ചേർന്ന് ഈ മക്കളുടെ ആഗ്രഹം അതാണെങ്കിൽ നടക്കട്ടെ എന്നൊരു നിലപാടിലേക്ക് എത്തുകയും ഇവർ തങ്ങളിലുള്ള ഏതാണ്ട് ഒരു വാക്കുറപ്പിക്കൽ പോലെ പറഞ്ഞു വെക്കുകയും ചെയ്തു. വിവാഹം കഴിപ്പിക്കാം, ആദ്യം ഇവരുടെ ഭാവി സുരക്ഷിതമാകട്ടെ എന്ന് പറഞ്ഞ് അവരെ ഒരു ഫ്രീ ബേർഡായിട്ട് തന്നെയാണ് വിട്ടത്. പിന്നീട് ഈ പെൺകുട്ടിക്ക് കോഴിക്കോട് ഒരു ബാങ്കിൽ ജോലി കിട്ടി. ആ ജോലിക്ക് പോയതിന് ശേഷം ഇവർ തങ്ങളിലുള്ള കമ്മ്യൂണിക്കേഷനിൽ ഈ പെൺകുട്ടി ഈ തേജസിനെ വിളിക്കുന്നതും മറ്റു കാര്യങ്ങളിലും അവർ തങ്ങളുള്ള സംഭാഷണത്തിലൊക്കെ ചില വ്യത്യാസങ്ങൾ സംഭവിച്ചു. പെൺകുട്ടി ഇയാളിൽ നിന്ന് അകന്നു പോയി എന്ന് തേജസിന് പരാതി ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഈ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം പ്രണയത്തിലായിരുന്നപ്പോൾ ഒന്നും ഇല്ലാത്തത് ഈ ബാങ്കിൽ ജോലി കിട്ടിയതിനു ശേഷം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള ചോദ്യങ്ങൾ ഇയാൾ ഉന്നയിച്ചതായി പറയുന്നു. പക്ഷേ ഇതെല്ലാം പുറത്ത് പറഞ്ഞു കേൾക്കുന്ന വിവരങ്ങൾ മാത്രമാണ്. ഇനി ആ പെൺകുട്ടി എന്തെങ്കിലും ഇക്കാര്യങ്ങൾ മനസ്സ് തുറന്നാലോ പോലീസിൽ മൊഴി നൽകിയാൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തമായ ഉത്തരം നമുക്ക് കിട്ടും. അതുകൊണ്ട് ഈ പറയുന്നതിൽ പൂർണ്ണമായും നമുക്ക് ഒരു കേൾവി മാത്രമാണ്. ബന്ധുക്കളും മറ്റും പറയുന്ന വിവരങ്ങളാണ് നമ്മൾ ഈ പ്രേക്ഷകരോടും മറ്റും കേൾക്കുന്ന രൂപത്തിൽ പറയുന്നത്. അതുകൊണ്ട് ഇതൊരു പൂർണ്ണമായി സ്ഥിരീകരിക്കാൻ കഴിയില്ലെങ്കിൽ പോലും നിലവിൽ ഈ ഇതിൽ നിന്ന് പെൺകുട്ടി പിന്മാറിയതിന്റെ വൈരാഗ്യമാണ്, പെൺകുട്ടിയും കുടുംബവും ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിന്റെ വൈരാഗ്യം മൂലമാണ് ഇയാൾ ഈ കൃത്യം ചെയ്തു എന്നാണ് ഇപ്പോൾ പോലീസും സംശയിക്കുന്നത്. ശ്രീ രാജ്കുമാർ, കൊല്ലം ഉളിയക്കോവിലാണ് വിദ്യാർത്ഥി വീട്ടിൽ കയറി അതിക്രൂരമായി കുത്തിക്കൊന്നിരിക്കുന്നത്. ഉളിയക്കോവിൽ സ്വദേശി ഫെറിനാണ് മരിച്ചത്. ഒപ്പം കൊലപ്പെടുത്തിയ തേജസ് രാജ് ഈ കൊലപാതകം നടത്തിയതിനു ശേഷം ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യയും ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. മാത്രമല്ല, എന്തിനായിരുന്നു ഇത്തരത്തിൽ കൊലപാതകം നടത്തിയത് എന്നതിൽ കൂടുതൽ വ്യക്തത പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. നിലവിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. സംഭവസ്ഥലത്ത് പോലീസിന്റെ പരിശോധനയും തുടരുകയാണ്. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.